പത്തനംതിട്ടയിൽ കാറിനെ മറികടന്നതിന് സപ്ലൈകോ ഡ്രൈവർക്ക് മർദ്ദനം. അത്തിക്കയം സ്വദേശിയെ സുജിത്തിനാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ ഡിവൈഎഫ്ഐ നേതാവിനും സഹോദരനുമെതിരെ കേസെടുത്തു. ആദ്യം പ്രതികരണം. കാർ ഓവർടേക്ക് ചെയ്തെന്ന് വണ്ടിയുടെ ഫ്രണ്ടിൽ തന്നെ നിർത്തിയിട്ട് നല്ലതായിട്ട് ചീത്തയാണ് വിളിച്ചു വന്നത്. അമ്മയ്ക്ക് അച്ഛനും എല്ലാം വിളിച്ചു വന്നു. ആദ്യം വന്ന് വണ്ടിക്കിട്ട് തട്ടിയ ശേഷം ആദ്യം ഡോറെ വന്ന് വലിച്ചിട്ട് എൻ്റെ കൈ പിടിച്ചിട്ട് കൈയുടെ ഇവിടെ ആയത്തടി അടിച്ചു. എന്നിട്ട് എന്നെ വലിച്ചിറക്കി. പിന്നെ മുന്നോട്ട് കൊണ്ടുപോയി അവർ നിൽക്കുന്ന കാറിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോയിട്ട് ഞാൻ ഡിവൈഎഫ്ഐയുടെ നേതാവാണ്, ഇവിടെ ലോഡ് ഇറക്കത്തില്ല, നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ബാക്കിൽ ഇവിടെ വേറെ അവർ ടിൻസാണ്, 2 പേരാണ് വന്നത്. ഒരാൾ എൻ്റെ ബാക്കിൽ നിന്ന് വിളിച്ചടിച്ചു. ആദ്യത്തെ ആൾ ഇവിടെ അടിച്ചു, രണ്ടാമത്തെ ആൾ ഇവിടെ അടിച്ചു. ചെവിയുടെ ഈ ബാക്കിൽ തലയുടെ ഇവിടെ നിന്ന് കൂട്ടി അടിച്ചു രണ്ടാമത്തെ. എ.വി. ജയശങ്കർ ഉണ്ട് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി. ജയശങ്കർ, എന്താണ് സംഭവിച്ചത്? ഡിവൈഎഫ്ഐ നേതാവിന് എന്തും ആകാമോ? അതായത് സുഹൈലെ, കാറിനെ മറികടന്നതിനാണ് സപ്ലൈകോ ഡ്രൈവർ സുജിത്തിന് ഇത്തരത്തിൽ മർദ്ദനമേറ്റത്. അത്തിക്കയം സ്വദേശിയാണ് ഇദ്ദേഹം. 2 ദിവസം മുമ്പായിരുന്നു ഒരു സംഭവം. ഇപ്പോഴും സുജിത്ത് ഈ മർദ്ദനവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ മൂലം ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഡിവൈഎഫ്ഐ നേതാവും സഹോദരനും ചേർന്ന് മർദ്ദിച്ചു എന്നായിരുന്നു സുജിത്തിന്റെ ആക്ഷേപം. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് എന്തായാലും നിലവിൽ കേസെടുത്തിട്ടുണ്ട്. CPM-ന്റെ വെച്ചുച്ചിറ ലോക്കൽ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറിയുമായ വൈശാഖും സഹോദരൻ വിവേകുമാണ് ഈ പോലീസ് എടുത്തിരിക്കുന്ന കേസിലെ പ്രതികൾ. ഇവരാണ് ഇത്തരത്തിൽ ഓവർടേക്ക് ചെയ്ത് ഈ സപ്ലൈകോ വാഹനം ഓവർടേക്ക് ചെയ്ത് ഇത്തരത്തിൽ ചെയ്തതിന് ഈ ഇദ്ദേഹത്തെ സുജിത്തിനെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് സുജിത്തിന് സാരമായ പരിക്കുകളുണ്ട്. അദ്ദേഹം ഇപ്പോഴും ആശുപത്രിയിൽ തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും സുജിത്തിന്റെ പരാതിയിൽ നിലവിൽ പോലീസ് കേസ് എടുത്തിരിക്കുകയാണ്. ഈ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ ഇങ്ങനെ പെട്ടെന്നൊരു പ്രയോഗം ഉണ്ടായി ഈ പാവപ്പെട്ട ജോലി ചെയ്ത് ജീവിക്കുന്ന ആളുകളൊക്കെ മർദ്ദിക്കുന്നത് ശരിയാണോ എന്ന് സ്വയം ആലോചിക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. എന്തായാലും സംഭവത്തിൽ പോലീസ് കേസെടുത്തിരിക്കുന്നു. നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് സുജിത്തും ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിലവിൽ വ്യക്തമാക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികളിലെ ആൾക്കാർക്ക് മാത്രമല്ല, ആർക്കും മറ്റൊരാളെ ഉപദ്രവിക്കാൻ, ദ്രോഹിക്കാൻ, തല്ലാൻ ഇവിടെ നിയമമില്ല, അവകാശമില്ല. എന്തായാലും കേസെടുത്തിട്ടുണ്ട്. നടപടി ഉണ്ടാകുമോ എന്ന് കാത്തിരുന്നു കാണാം.